ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നിപ്പം അപ്ഡേഷനേഷ് കയറി നോക്കുകയാണ്. ഒരു 50 പ്ലേയേഴ്സ് വരുന്നൊരു പാക്ക് ഉണ്ട് അല്ലേ. ഒരു പിക്ക് 50 പ്ലേയേഴ്സ്, കുഴപ്പമില്ലാത്തൊരു പാക്കാണെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് കയറി വെക്കട്ടെ. കുഴപ്പമില്ല. അഡ്വാൻസ് സ്ട്രൈക്കറാണ് പ്ലേയിങ് സ്റ്റൈൽ ഗായ്സ്. കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് കുറവാണല്ലേ. കുഴപ്പമില്ല. ഫെനോമിനൽ ഫിനിഷിംഗ് ഉണ്ട്. ഫെനോമിനൽ ഫിനിഷിങ്ങിലോട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ പ്ലേയേഴ്സ് ഡെയിലി ലോഗിൻ റിവാർഡായിട്ട് ലോഗിൻ റിവാർഡ് ക്ലെയിം ചെയ്തു. ലോഗിൻ റിവാർഡ് ബ്ലിറ്റ്സ് ഒലീസിനെ പോലെ ആരോ കൊടുക്കുന്നുണ്ട് കേട്ടിട്ടുണ്ട്. നോക്കിയോട്ടെ ആവശ്യം. ബ്ലിറ്റ്സ് ഒലീസിൻ്റെ പോലെ ഡെയിലി നമുക്ക് ഓരോ പ്ലേയേഴ്സിനെ വെച്ച് തരും, ഓരോ ഫ്രീ ടൈം വെച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ പ്ലെയറിനെയാണ് ഇപ്പോൾ നമ്മൾ തന്നിട്ടുള്ളത്. കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണ് പറയാം. റൈറ്റ് വിങ് ഫോർവേഡാണ് പ്ലെയർ പൊസിഷൻ. പ്രൊഫിലിക് വിങ്ങറാണ്. കുഴപ്പമില്ലാത്തൊരു പ്ലെയർ. വിൽ പവറാണ് ഗൈസ് കൊടുത്തിട്ടുള്ളത്. വിൽ പവറാണ് കൊടുത്തത്. അത് പ്രശ്നം, അത് കുഴപ്പമില്ല. അത് ഒരു വിങ്ങർ അല്ലാത്തവർക്ക് എന്തുകൊണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു വിങ്ങറാണ്. അതുപോലെ അതൊന്ന് കറക്കി വെക്കാണ്, കിട്ടുമെന്നില്ല ഗൈസ്. പ്ലീസ് റൈറ്റ് വിങ് CB ആണ് ഗൈസ്. കിട്ടിയില്ല. നിങ്ങൾക്ക് കിട്ടിയോ പറയാം കേട്ടോ. ഇതാർക്കെങ്കിലും ഫസ്റ്റ് ട്രയൽ കിട്ടിയാൽ പറയാം കേട്ടോ. അത് മറ്റേ ആദ്യം പറഞ്ഞ 50 പ്ലേയേഴ്സിൻ്റെ പാക്കിന് ഡിസ്കൗണ്ട് ഉണ്ട് ഗൈസ്. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള സെലക്ഷൻ കോൺട്രാക്റ്റ് പ്ലെയർ ഓഫ് ദ വീക്ക് നോക്കുകയാണെങ്കിൽ 3 പ്ലേയേഴ്സാണ് മെയിനായിട്ടുള്ളത്. ഡിസൈർഡ് ആൻ്റോണിയോ ജോർഡൻ ആൻഡ് ഡീൻ വിൽസൺ. എന്തുകൊണ്ടും ഡീൻ വിൽസൺ കുഴപ്പമില്ലാത്ത പ്ലെയറാട്ടോ. ഡീൻ വിൽസണും ഡിസൈർഡ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ജോർഡൻ എടുക്കാൻ നോക്കുക മാക്സിമം. ഈ പാക്കിൽ പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ സെക്കൻഡ് പാക്കിൽ നമ്മൾ നോക്കുമ്പോൾ ബെഞ്ചമിൻ ജെസ്കോ, എറിക് ഗാർസിയ ആൻഡ് ഈസെ. എൻ്റെ ടാർഗറ്റ് ബെഞ്ചമിൻ ജെസ്കോ ആണ്. അഡ്വാൻസ് സ്ട്രൈക്കർ. ഓക്കെ, കുഴപ്പമില്ല. സ്റ്റാറ്റ്സ് ഉണ്ട്. ഇനി നമ്മൾ ഈസെ ഗോൾ പ്ലെയറാണ് ഗൈസ്. ഈസെ നോക്കുമ്പം കുഴപ്പമില്ല റേറ്റിംഗ് ഉണ്ട്. പെർഫെക്റ്റ് റേറ്റിംഗ് ആണ് ഗൈസ്. ഇത് ടീമിൽ കിട്ടാൻ നല്ല റേറ്റിംഗ് കയറും തോന്നുന്നു കണ്ടിട്ട്. ഒരു AMFന് കൊടുക്കാൻ പറ്റിയ നല്ല റേറ്റിംഗ് ആണിത്. നൈസാണ് ഗൈസ്. പിന്നെ എല്ലാവരും മാക്സിമം എറിക് ഗാർസിയനൊക്കെ എടുക്കാൻ നോക്കുക. ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സും എല്ലാവരും ഉണ്ടാകും. പിന്നെ ഇപ്പം ലീഗിൻ്റെ ഒരു പ്ലേയേഴ്സിൻ്റെ ഒരു സംഭവം. ഇത് കളക്ടേഴ്സ് ഐറ്റമായിട്ട് എടുത്ത് വെക്കാനല്ലാതെ ഒരു ഉപകാരമില്ലാത്തൊരു പാക്കാണ്. ആരും എടുക്കണം ഞാൻ പറയുന്നില്ല, എങ്കിലും കയറി നോക്കുക. അക്കൗണ്ട് സെല്ല് ചെയ്യാനൊക്കെ വിചാരിക്കുന്നവർ കീറ്റ 1-2 എടുത്തത് നല്ലതാണ്. ഇതാരും അധികം എടുക്കാത്തതുകൊണ്ട് ചിലപ്പോൾ റെയർ ആവാൻ സാധ്യതയുണ്ട്. ആരായാലും അധികം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് റെയർ ആയാലും വലിയ ഉപകാരമൊന്നുമില്ലാത്തൊരു സംഭവമാണ് ഇതെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അതുപോലെ ഇപ്പം നിങ്ങളെല്ലാവരും മറന്നിട്ടുണ്ടാവും ഈ ഒരു കീപ്പറിൻ്റെ കാര്യം. ഈ കീപ്പറിനെ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് ഗൈസ്. പ്ലെയർ ഇത് ഒരു ഡിഫെൻസീവ് ഗോൾ കീപ്പറാണ്. അതും GK ഡയറക്റ്റിംഗ് ഡിഫൻസ് പറഞ്ഞിട്ടുള്ള ഒരു ഒഫൻസീവ് ഗോൾ കീപ്പറാണ്. അതും GK ഡയറക്റ്റിംഗ് ഡിഫൻസ് പറയുന്ന സ്കില്ലോടെ വരുന്ന ഗോൾ കീപ്പർ. അവൻ DK ഒക്കെ പറഞ്ഞാൽ നല്ല ഗോൾ കീപ്പറാണ്. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ എടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെയും ബൈ.